നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 24 മണിക്കൂറിനിടെ 2142 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ 2,40,708 ആയി. 26 കോവിഡ് മരണവും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണസംഖ്യ 2,591 ആയി. പുതിയതായി 744 പേർ കോവിഡിനെ അതിജീവിച്ചു. 2,12,808 പേർക്കാണ് ഇതിനോടകം തന്നെ രോഗം ഭേദമായത്. 88.4% രോഗമുക്തി നിരക്ക്. 1,282 പേർ നിലവിൽ രാജ്യത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇതിൽ 383 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. UAE-യിൽ COVID-19 ബാധിതരുടെ എണ്ണം 6 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,127 പേർക്ക് കൂടി രോഗം ബാധിച്ചതായും 2,094 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 4 മരണം റിപ്പോർട്ട് ചെയ്തു. ആകെ രോഗികൾ 6,01,950. ഖത്തറിൽ 146 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 209 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 2,17,352 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 95 പേർ സ്വദേശികളും 51 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 579 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതുവരെ 2,20,033 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാനിൽ 3 പേർക്ക് ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഇതാദ്യമായാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോവിഡിനേക്കാൾ മാരകമായ ബ്ലാക്ക് ഫംഗസ് ഇതര രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കാൻ മുൻകരുതൽ നടപടികളിലേക്ക് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഒമാനിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനോടകം മരണപ്പെട്ടവരുടെ എണ്ണത്തിലും വലിയ വർധനവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച ആദ്യമായി മരണം 33-ലെത്തി. 2,126 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഖത്തർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദോഹയിലെത്തി. ഖത്തർ വിദേശകാര്യമന്ത്രി, പ്രതിരോധ വകുപ്പ് മന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ചർച്ചകളിൽ ധാരണയായി. കോവിഡ് ദുരിതാശ്വാസമായി നൽകിയ വിവിധ സഹായങ്ങൾക്ക് നന്ദി അറിയിക്കുകയെന്ന ഉദ്ദേശവുമായി നടത്തുന്ന ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദോഹയിലെത്തിയത്. തുടർന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും യാത്രാനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനുമായി കുവൈറ്റ് ആക്ടിവിസ്റ്റുകളും നിയമജ്ഞരും രംഗത്തെത്തി. നിയമപ്രാബല്യമുള്ള റെസിഡന്റ് വിസയുള്ളവരും രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട കോവിഡ് വാക്സിന്റെ 2 ഡോസ് എടുത്തവരുമായ പ്രവാസികളെ രാജ്യത്തിന് പുറത്തേക്കും അകത്തേക്കും യാത്ര ചെയ്യാൻ അനുവദിക്കാത്തത് വിവേചനപരമാണെന്നും മനുഷ്യാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്യാമ്പയിൻ. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തു വരുന്നവർക്ക് ഖത്തറിൽ ക്വാറന്റൈൻ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തി വരികയാണ് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ. ഖത്തറിലെ എംബസി അനുബന്ധ സംഘടനകളുടെ പ്രതിനിധികളുടെ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന്റെ 2ാം തരംഗം വലിയ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഖത്തർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യത്തിൽ മാറ്റമുണ്ട്. ഖത്തറിലും കോവിഡ് മുക്തമാകുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ക്വാറന്റൈൻ ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടിയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ചത് 4,50,000-ഓളം അപേക്ഷകൾ. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും അപേക്ഷ നൽകിയവരിൽ ഉൾപ്പെടും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സ്വദേശികളും വിദേശികളും അടക്കം ഇത്തവണ 60,000 പേർക്ക് മാത്രമേ ഹജ്ജിന് അവസരമുണ്ടാകൂ എന്ന് സൗദി അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. എന്നിരിക്കെയാണ് ആദ്യ ദിവസം തന്നെ ഇത്രയേറെ പേർ ഹജ്ജ് തീർത്ഥാടനത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നത്. പ്രവാസികൾക്ക് നാട്ടിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി കോവിഷീൽഡ് വാക്സിൻ നൽകുന്നുണ്ടെങ്കിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ വാക്സിന്റെ ബാച്ച് നമ്പറും തീയതിയുമില്ലാത്തത് തിരിച്ചടിയാകുന്നു. ഇക്കാരണം കൊണ്ട് ഇന്ത്യയിൽ വാക്സിൻ എടുത്തവർക്ക് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ സംവിധാനം വഴി രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നില്ല. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ ഡോസ് വാക്സിനും സ്വീകരിച്ച തീയതിയും ബാച്ച് നമ്പറും ചോദിക്കുന്നുണ്ട്. നിലവിൽ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചവർക്ക് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുന്നില്ല. 2 വാക്സിനും സ്വീകരിച്ച ശേഷമാണ് സംസ്ഥാനത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇപ്പോൾ കുവൈറ്റ് വിദേശികൾക്ക് പ്രവേശന വിലക്ക് നിലനിൽക്കുന്നുണ്ട്. സൗദിയിൽ വേനൽ കടുത്തു. ഉച്ചവെയിൽ ജോലി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ചൊവ്വാഴ്ച മുതലാണ് നിരോധനം പ്രാബല്യത്തിലായത്. സെപ്റ്റംബർ 15 വരെ ഈ നിരോധനം തുടരും. രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് ഈ തീരുമാനം ബാധകമാണ്. ചൂട് കടുത്തിരിക്കുന്നതിനാൽ തന്നെ പുറം ഭാഗങ്ങളിൽ ഉച്ചവെയിലത്ത് ജോലി ചെയ്യുന്നത് തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് കണ്ടാണ് നിരോധനം. മുഴുവൻ സ്ഥാപനങ്ങളും ഈ നിയമം നടപ്പാക്കണമെന്ന് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും സൗദി തൊഴിൽ വകുപ്പ് അറിയിച്ചു.
കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.